ലിഷോയ്, ഗുഡ് മോർണിംഗ്. പുലികളി ആവേശത്തിലാണ് തൃശൂർ സ്വരാജ് ഗ്രൗണ്ട് എന്നറിയാം. ഒപ്പം സമഗ്ര കവറേജുമായി മാതൃഭൂമി ന്യൂസ് സംഘവും ഉണ്ടല്ലോ. എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? മോദി, അപ്പൊ ഞങ്ങള് തുടങ്ങാട്ടാ. എന്തായാലും പുലികളി തുടങ്ങുകയാണ്. ഓണാഘോഷങ്ങളുടെ ഒരു അവസാനം എന്നുള്ള രീതിക്കാണ് തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങുന്നത്. അപ്പോൾ പുലികളി ഇങ്ങനെ ഇന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വരകൾ ഇങ്ങനെ തുടങ്ങി. പല പുലിമടകളിലും വര തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 4:30 വെളിയന്നൂർ ദേശമാണ് ആദ്യം സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. ആ വെളിയന്നൂർ ദേശം എത്തുന്നതോടുകൂടി ആ ഫ്ലാഗ് ഓഫ് ഒക്കെ തൃശ്ശൂർ മേയറും തൃശ്ശൂരിലെ മന്ത്രിമാരും എല്ലാവരും ചേർന്നങ്ങ് നടത്തും. അപ്പോൾ അതേ എൻ്റെ കൂടെ ഹിമ കൂടിയുണ്ട്. ഹിമ പട്ടാമ്പിയിൽ നിന്ന് വന്നിരിക്കുകയാണ് പുലികളി കാണാനായിട്ട്. ഹിമ, എങ്ങനെ ഉണ്ടാവും ഇത്തവണത്തെ പുലികളി? അടിപൊളിയായിരിക്കുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ തവണ 5 ടീമേ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത്തവണ ടീമുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 9 ടീമാണ് ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. അപ്പോ ഓരോ ടീമും മൈക്ക് ഒന്ന് ചേർത്ത് വെച്ച് സംസാരിക്കാൻ ഹിമയോട് പറയാമോ? വ്യത്യസ്തമായ പലതും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് അവരുടെ വ്യത്യസ്തതകൾ എന്ന് കാണാനുള്ള ഒരു ആവേശത്തിലാണ് ഓരോരുത്തരും ഉള്ളത്. ഓരോ ടീമിനും ഓരോ വെറൈറ്റികളുണ്ട്. അവരൊക്കെ സസ്പെൻസ് ആയി അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ അയ്യന്തോൾ ടീമിന്റെ ഒരു വ്യത്യസ്തമായ ഒരു പുലിക്കൊടയൊക്കെ കണ്ടു. അപ്പൊ ഓരോ ടീമിനും അതുപോലെ ഓരോ വെറൈറ്റികളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സത്യത്തിൽ മിക്ക നാട്ടുകാരുടെയും ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണം കഴിഞ്ഞ അവിട്ടത്തിന് അവരുടെ ആഘോഷം തീർന്നു. പക്ഷെ തൃശ്ശൂരുകാരുടെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അത് ഈ പുലിക്കളിയാണ്. ശരിക്കും 2ാം പൂരം എന്നാണ് പറയുന്നത് ചെയ്യല്ലേ? അതെ, പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും അധികം ആഘോഷിക്കുന്നത് പുലികളിയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വിയൂരായാലും കഴിഞ്ഞ തവണ 1ാം സ്ഥാനം നേടിയ ടീമാണ്. അപ്പോൾ ഇത്തവണ ഒട്ടും മോശമല്ലാണ്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ അവരും ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി പുലികളിക്ക് ഇറങ്ങിയിട്ടുള്ള വെളിയന്നൂർ ദേശം അവർ ഇത്തവണ ഇറങ്ങുന്നുണ്ട്. കുറച്ച് കാലങ്ങളായി അവർ മാറിയിരിക്കായിരുന്നു, അവരിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടംകുളങ്ങരയും ശങ്കരൻകുളങ്ങരയും കൂടാതെ അയ്യന്തോളും അങ്ങനെ 9 ടീമുകൾ ഇങ്ങനെ നിറഞ്ഞ് 51 പുലികൾ വരെയാണ് ഓരോ സംഘത്തിലും ഉണ്ടാകും. 35 മുതൽ 51 പുലികൾ വരെ ഓരോ സംഘങ്ങളിലും ഉണ്ടാകും. ഇത്തവണ പുലിവാലുണ്ട്, അതുപോലെ തന്നെ പുലിനഖമുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ കാണാൻ സാധിക്കും എന്തായാലും നമുക്ക്. അറിയാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. എല്ലാവരും അത് സസ്പെൻസ് ആയി എടുത്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് രാവിലെ ഏതാണ്ട് അറിയാൻ തോന്നുന്നു. കാരണം ഈ ഒരു സമയത്ത് ഇനി പറഞ്ഞാലും വേറെ ടീമിന് അത് കണ്ട് പകർത്താനൊന്നും പറ്റുന്ന ഒരു സമയമല്ല. പക്ഷെ അത് അതിലെന്താന്ന് വെച്ചാല് പറഞ്ഞാലും പകർത്താൻ പറ്റില്ല. പക്ഷെ ആ റൗണ്ടിൽ എത്തുമ്പോ ഈ സാധനം ഇങ്ങനെ കാണാന്ന് പറയുന്നില്ലേ, അതൊരു പ്രത്യേക അനുഭവമാണ്. അത് സത്യമാണ് കേട്ടോ. റൗണ്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് എന്താണ് സസ്പെൻസ്, അത് കണ്ട് നമ്മളുടെ ആ ഒരു അതിശയമുണ്ട്. അത് ആളുകളുടെ ആ ഒരു അതിശയം കാണുമ്പോൾ പുലികളുടെ. നിങ്ങൾ ഈ വിയൂർ ഏത് ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്? ഈ റൗണ്ടിലേക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ? ഈ പുലികൾ എപ്പോഴാണ് റൗണ്ടിൽ നിന്ന് അങ്ങനെ റോഡിലേക്ക് ഇറങ്ങുക? ആ ആവേശത്തിനായി ജനങ്ങളെയൊക്കെ ക്രമീകരിക്കുന്നതും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ വിയ്യൂര് യുവജന സംഘം ഈ പുലിക്കളി സംഘത്തിന്റെ ഒപ്പമാണ്. അതായത് ആ സംഘം ഇവിടെ നിന്നും അതായത് കഴിഞ്ഞ തവണ 1ാം സ്ഥാനം നേടിയ സംഘമാണ്. അതുപോലെ തന്നെ എല്ലാ സംഘങ്ങൾക്കും ഓരോ കൃത്യമായ ടൈം കൊടുത്തിട്ടുണ്ട്. പുലിക്കളി സംഘങ്ങൾ ഓരോ സംഘങ്ങളായാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കിടക്കുക. അതിൽ തന്നെ പല വഴികളിലൂടെയാണ് കിടക്കുക. റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പല വഴികളുണ്ട്. അപ്പം അയ്യന്തോളും അതുപോലെ തന്നെ ഈ കുട്ടംകുളങ്ങരയും ശങ്കരൻകുളങ്ങരയും ഒക്കെ തന്നെ MG റോഡ് വഴിയാണ് കയറുക. വിയ്യൂർ ദേശം വടക്കേ ബസ് സ്റ്റാൻഡ് വഴിയാണ് കയറുക. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വഴികളിലൂടെയാണ് കയറുക. ഈ MO റോഡ് വഴിയാണ് ഈ ആദ്യം കയറുന്ന വെളിയന്നൂർ ദേശം കയറുക. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ തന്നെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഗതാഗത ക്രമീകരണങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വരൂ. ഇപ്പോൾ രാവിലെ ഒന്നും തന്നെ റൗണ്ടിലേക്ക് കടക്കാനോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല. മോദി, ശരി. അങ്ങനെ ഏതായാലും ഒരുക്കങ്ങൾ ഇപ്പോഴും തകൃതിയായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സ്വരാജ് ഗ്രൗണ്ട് പുലികൾ കൈയടക്കും. അങ്ങനെ പുലി വേട്ടക്കിറങ്ങുകയാണ്. തൃശ്ശൂരിൽ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും തൃശ്ശൂരിൻ്റെതായി കൊണ്ടാടുകയും ചെയ്യുന്ന ഒരാഘോഷമാണ് പുലികളി. വിവിധ തരത്തിൽ വിവിധ വർണ്ണങ്ങളിൽ അങ്ങനെ ചിത്രം വരകളിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഒപ്പം അലങ്കാരങ്ങൾ, അങ്ങനെ അരമണി, എല്ലാ കാര്യത്തിലും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പുലികളിയാണ് നടക്കുക. ഈ പുലികളി ഓരോ വർഷവും ചില കൗതുകങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. അത് മുഖംമൂടിയുടെ കാര്യത്തിൽ, പുലിനഖത്തിൻ്റെ വാലിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് പുലികളി ഓരോ വർഷവും അരങ്ങേറുക. ഇത്തവണയും അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് കാട്ടിത്തരാൻ 2 ഗഡിയോളം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് ലിഷോയും ഹിമയും ഉണ്ട്. ഒപ്പം നമുക്ക് മറ്റ് സംഘങ്ങൾ മരുണ അമൃതാഥ് അടക്കമുള്ള സമഗ്രമായ കവറേജിനായി മാതൃഭൂമിയുടെ സംഘവും അവിടെ സജ്ജമാണ്.